ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, വരൂ 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 കടന്നു വരൂ. നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, സെക്രട്ടേറിയറ്റ് OA എക്സാം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഈ വർഷത്തെ ചോദ്യങ്ങളുടെ ഒരു രീതിയും പാറ്റേണും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും അടുത്ത വഴി എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അതൊരു +2 ലെവൽ എക്സാം ആണ് എന്നാൽ പോലും അതിന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ തക്കതായ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ അവിടെ വന്നു, ആ ചോദ്യങ്ങളൊക്കെ എടുക്കുന്നു, അനലൈസ് ചെയ്യുന്നു, അനുബന്ധ വിവരങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നു. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം, ഓടിവായി. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ ഓഫ്സെറ്റിംഗ്, കാർബൺ ക്രെഡിറ്റ്, കാർബൺ സെക്യുസ്ട്രേഷൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? കമോൺ, യെസ്, ഉത്തരം കാർബൺ ക്രെഡിറ്റ് ആണ്. കാർബൺ ക്രെഡിറ്റ് ഓരോന്നും എന്താന്ന് പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് കേൾക്കൂ. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവരാകെ പുറത്തേക്ക് ഒരു നിശ്ചിത കാലയളവിൽ പുറത്തേക്ക് തള്ളുന്ന കാർബണിന്റെ അളവിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുക. ഒരു രാജ്യത്തിന്റെ, ഒരു വ്യക്തിയുടെ, ഒരു സ്ഥാപനത്തിന്റെ കാർബൺ ഫുട് പ്രിന്റ് കൂടുതലാന്ന് പറഞ്ഞാൽ അവർ കൂടുതലായി CO2 പുറത്തേക്ക് പുറന്തള്ളുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 2, കാർബൺ ഓഫ് സെറ്റിംഗ്. കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഓൺ സെറ്റിംഗും ഉണ്ട്, അല്ലെങ്കിൽ ഓഫ് സെറ്റിംഗും ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ സെറ്റിംഗും ഉണ്ട്, ഓഫ് സെറ്റിംഗും ഉണ്ടെന്ന് പറയാം. കാർബൺ ഇൻ സെറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഓൺ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാവേ. കാർബൺ ഇൻ സെറ്റിംഗ് അല്ലെങ്കിൽ ഓൺ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ അത് പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഓൺ സെറ്റിംഗ് അല്ലെങ്കിൽ ഇൻ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുക. എനിക്കൊരു കമ്പനി ഉണ്ട്, ഞാൻ കുറെ കാർബൺ പുറന്തള്ളുവന്ന് ഗവൺമെന്റ് പറഞ്ഞു, ഗവൺമെന്റ് എന്നോട് കുറയ്ക്കാൻ പറയുന്നു, ഞാൻ അത് കമ്പനിയിൽ നിന്ന് പുറന്തള്ളുന്ന അവിടെ നിന്നുള്ള തന്നെ ഞാൻ കുറയ്ക്കുകയാണ്. അതാണ് കാർബൺ ഓൺ സെറ്റിംഗ് അല്ലെങ്കിൽ ഇൻ സെറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയാം. ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം കാർബൺ ആണോ പുറന്തള്ളുന്നത്, എത്ര കാർബൺ പുറന്തള്ളുന്നോ അത്രയും കാർബണെ ശരിക്കും ന്യൂട്രലൈസ് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ കാർബൺ അന്തരീക്ഷത്തിൽ കുറയ്ക്കാൻ പാകത്തിന് അത്രയും മരങ്ങൾ ഒരുപക്ഷെ ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ടായിരിക്കും. കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അത് വേറൊരു സ്ഥലത്ത് ഞാൻ ചെയ്യുകയാണ്, കറക്റ്റ് ആ കമ്പനി ചെയ്യുന്നില്ല, വേറൊരു സ്ഥലത്ത് മാറി നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ ഒരു കാർബണിന്റെ ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓഫ് സെറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഓഫ്സെറ്റ്സ് റെപ്രസെന്റ് റിഡക്ഷൻ ഓഫ് 1 മെട്രിക് ടൺ ഓഫ് CO2 in order to compensate for emissions made elsewhere. എവിടെയോ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്നതിന് പകരമായി മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാർബൺ റെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുന്നതിനെയാണ് വിളിക്കുക. ഇനി കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു നിശ്ചിത അളവിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പുറന്തള്ളാനായിട്ട് നമുക്കുള്ളൊരു പെർമിറ്റ് ആണ്. ഇന്ന അളവിൽ നമുക്ക് പുറന്തള്ളാൻ അങ്ങനെ കിട്ടുന്ന പെർമിറ്റിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കാർബൺ സെക്യുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ കാർബൺ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിനെ നമ്മൾ ട്രാപ്പ് ചെയ്ത്, നമ്മുടെ പുകക്കുഴലിലൂടെ പുറത്തോട്ട് കാർബൺ പോവുകയാണെങ്കിൽ അതിനെ CO2 ട്രാപ്പ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് അത് നേരെ നമ്മുടെ അത് ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണല്ലോ, അപ്പൊ ഇതിനെ നേരെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിലേക്കൊക്കെ കൊടുത്ത് അതിനെ പല സംഭവങ്ങളാക്കി കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് ശരിക്കും, അല്ലെങ്കിൽ പുറത്തോട്ട് വിടാതെ പുറത്ത് അന്തരീക്ഷത്തിലേക്ക് പോവാതെ അന്തരീക്ഷത്തിലുള്ളതിനെ ക്യാപ്ചർ ചെയ്ത് അകത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് മറ്റു പല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് വിളിക്കുന്ന പേരാണ് ശരിക്കും കാർബൺ സെക്യുസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, കാർബൺ ഫുട് പ്രിന്റും കാർബൺ സെക്യുസ്ട്രേഷൻ ഒക്കെ വഴി, അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ് പുറത്തോട്ട് പോകുന്നത് വിടുന്നതൊക്കെയാണെങ്കിൽ കാർബൺ ഓഫ് സെറ്റിംഗ് വഴി അല്ലെങ്കിൽ കാർബൺ സെക്യുസ്ട്രേഷൻ ഒക്കെ വഴി നമ്മൾ എത്രത്തോളം കാർബൺ പുറത്തോട്ട് വിടുന്നോ അത്രത്തോളം കാർബണെ അബ്സോർബ് ചെയ്യാൻ നമ്മളൊരു കമ്പനി ഉണ്ട്, എത്രത്തോളം പുറത്തോട്ട് വിടുന്നോ അത്രത്തോളം അബ്സോർബ് ചെയ്യാൻ നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് വിളിക്കുക. A state of balance between the CO2 emission and from the removal of the atmosphere. എത്രമാത്രം നമ്മൾ പുറത്തോട്ട് വിടുന്നോ അത്രമാത്രം അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയും. കാർബൺ ന്യൂട്രൽ ചില ഗ്രാമസഭയല്ലോ, ചില പഞ്ചായത്തുകൾ, ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് നമ്മുടെ വയനാടുള്ള പഞ്ചായത്ത്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര എമിഷൻ ആണോ പുറത്തോട്ട് പോകുന്നത് അപ്പൊ അത്രമാത്രം അബ്സോർബ് ചെയ്യാനുള്ള പരിപാടികളും അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. യെസ്, നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഇങ്ങനെ ആലോചിച്ചാൽ മതി, വലിയ കഥയും കാര്യമൊന്നുമില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ മേളിലോട്ട് പൊങ്ങി പോകും തോറും നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാര്യം വാതകങ്ങളുടെ അളവ് കുറയും. നിങ്ങൾ വലിയ ഹിമാലയൻ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിലോ ഒരു ബലൂണെ കെട്ടിത്തൂങ്ങി ആകാശത്തേക്ക് പൊങ്ങി പോവുകയാണെങ്കിലോ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം
വാതകങ്ങളുടെ അളവ് മേളിലോട്ട് പോകുന്നതോറും കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് വാതകങ്ങളുടെ അളവ് കുറയുന്നത്? നോക്കുക, സർഫസിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് വാതകങ്ങളെല്ലാം തിങ്ങി തിങ്ങി അടുങ്ങി അടുങ്ങി കാണപ്പെടുക. കാരണം നമ്മുടെ സർഫസ് നല്ല ഗ്രാവിറ്റി കാരണം വാതകങ്ങളെല്ലാം അവിടെ പിടിച്ചു വെച്ചേക്കുക. മേളിലോട്ട് പോകുന്തോറും ഗ്രാവിറ്റി കുറയുന്നതുകൊണ്ട് വാതകങ്ങൾ ലൂസായിട്ട് അവിടെ ഇവിടെ എന്നും പറഞ്ഞ് കാണത്തുള്ളൂ. തിങ്ങി തിങ്ങി കാണപ്പെടത്തില്ല. നമ്മൾ ആഞ്ഞു വലിച്ചാലും അതിനകത്ത് ഒത്തിരി വായു ഇങ്ങനെ കയറി പോകാൻ ഉണ്ടാവില്ല, വാതകങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഉയരം കൂടുന്തോറും ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുക. ഗ്രാവിറ്റി കുറയുന്നു, ഗുരുത്വാകർഷണം കുറയുന്നു. ഇനി ഗ്രാവിറ്റി എവിടെയാ കൂടുതലുള്ളത്? ഗ്രാവിറ്റി കൂടുതൽ ഭൂമിയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റി കൂടുതൽ എവിടെയാ? ഗ്രാവിറ്റി കൂടുതൽ എപ്പോഴും പോൾസിലായിരിക്കും. കാര്യം സെന്ററിലേക്കുള്ള ദൂരം പോൾസിലാണ് കുറവുള്ളത്. ഇനി കമ്പാരിറ്റീവ്ലി ഭൂമിയിൽ ഗ്രാവിറ്റി കുറവ് ഫീൽ ചെയ്യുക എവിടെയായിരിക്കും? ഇക്വറ്റോറിയൽ റീജിയനിലാണ്. കാരണം ഇക്വേറ്ററിന്റെ അവിടെ, ഭൂമധ്യരേഖയുടെ അവിടെയാണ് കേന്ദ്രവും ഭൂമധ്യരേഖയും തമ്മിൽ നല്ല ദൂരമുള്ളത്. സെന്ററിലോട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഗ്രാവിറ്റിയും സെന്ററിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് ഗ്രാവിറ്റിയാണ് ഫീൽ ചെയ്യുക. ഓർത്തിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് ശരി, ഇത് അസേഷൻ റീസൺ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമിയിലാണ്. പലർക്കും ഒരു സംശയം തോന്നിയേക്കാം, ഉപ്പ് തടാകം ഇനി മരുഭൂമിയിലാണോ എന്നൊക്കെ. നമുക്ക് നമ്മുടെ കാര്യം ആലോചിച്ചാൽ പോരെ. നമ്മുടെ മരുഭൂമി, നമ്മുടെ ഉഷ്ണ മരുഭൂമി താർ മരുഭൂമിയാണ്. താർ മരുഭൂമിയുടെ പരിസര പ്രദേശങ്ങളിൽ, രാജസ്ഥാന്റെ മരുസ്ഥലി ഏരിയയുടെ ഭാഗർ പ്രദേശങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും സാമ്പാർ ലേക്കൊക്കെ ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉപ്പിന്റെ അംശമൊക്കെ ഉള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകം എന്ന് പറയാൻ പറ്റുന്ന തടാകമാണ് രാജസ്ഥാനിലെ സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ സാമ്പാർ ലേക്ക് മാത്രമല്ല, വേറെയും കുറെ ലേക്കുകൾ ആ ഭാഗത്തുണ്ട്. മരുഭൂമി പ്രദേശം, അവിടെ ലേക്ക് ഉണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് പറയാൻ പറ്റും. സാധാരണ മരുഭൂമികളോട് ചേർന്ന് ഉപ്പ് തടാകങ്ങൾ ഉണ്ട്. ദാറ്റ്സ് ട്രൂ. എന്തുകൊണ്ടാണെന്നാണ് ഈ പറയുന്നത്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഒരു സ്ഥലം മരുഭൂമി ആവണമെങ്കിൽ അവിടുത്തെ മഴ 25 സെന്റിമീറ്ററിൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ 250 മില്ലിമീറ്ററിൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ 10 ഇഞ്ചിൽ കുറവായിരിക്കണം. എല്ലാം 25 സെന്റിമീറ്ററിന് തുല്യമാണ്. അപ്പൊ 25 സെന്റിമീറ്ററിലും മഴ കുറവാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ മഴ കുറവാണ്. മഴ എന്ന് പറയുന്നത് മഴയോ അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയോ, മഴയോ മഞ്ഞുവീഴ്ചയോ ആലിപ്പഴോ ഏതെങ്കിലും വർഷണ രൂപം. വർഷണം എന്ന് പറഞ്ഞാൽ മേഘത്തിൽ നിന്ന് വെള്ളം താഴത്തേക്ക് എത്തുന്ന പല രൂപങ്ങളാണ്. മഞ്ഞായിട്ടെത്താം, വെള്ളമായിട്ടെത്താം, ഐസായിട്ട് ചിലപ്പോൾ എത്താം, ഇങ്ങനെയൊക്കെ എത്താം. അപ്പൊ എന്തായാലും 25 സെന്റിമീറ്റർ ആണ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെ ഒരു വർഷം കിട്ടാറുള്ളൂ എന്നാണ് പറയുക. വാർഷിക വർഷപാതം അങ്ങനെയാണ്. അതിനേക്കാൾ എത്രയോ കൂടുതലാണ് മരുഭൂമി എന്നുള്ള ഇവാപ്പറേഷൻ. നല്ലപോലെ ചൂട് കിട്ടുന്നു, വല്ലപ്പോഴും മഴ കിട്ടി തടാകത്തിൽ വെള്ളം കൂടുതലായിട്ട് വന്നാൽ പോലും ഇവാപ്പറേഷൻ സംഭവിച്ച് ഈ വെള്ളമെല്ലാം മാനത്തോട്ട് പോകും. ഉപ്പ് ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ബാഷ്പീകരണം വർഷണത്താൽ കൂടുതലായത് ശരിക്കും ഉപ്പ് തടാകങ്ങൾ കാണാനുള്ള ഒരു സാധ്യത കാരണം തന്നെയാണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. യെസ്. ഇനി നമ്മുടെ രാജസ്ഥാനിൽ ഉപ്പ് തടാകങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഇതാണ്. പിന്നൊരു കാരണം നമുക്ക് പറയാൻ പറ്റുക, അവിടുത്തെ ഭൂഗർഭജലത്തിലും അല്പം ഉപ്പിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ മഴ പെയ്ത് ശിലകളൊക്കെ പൊടിഞ്ഞ് ശിലകളുടെ ഫ്രാഗ്മെന്റ്സ് എത്തുന്നത് ആ ശിലകളും ഉപ്പ് സ്വഭാവമുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് രാജസ്ഥാനിൽ ശരിക്കും ഉപ്പ് തടാകങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 32 അല്ല, ഈ ചോദ്യത്തിന്റെ ഉത്തരയാണ്. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? അകക്കാമ്പ് എന്നോ പുറക്കാമ്പ് എന്നോ കാമ്പ് എന്ന് ചോദിച്ചാൽ നിഫെ എന്നാണ് നമ്മൾ പഠിക്കുക. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും ഇരുമ്പും, നിക്കലും അയണും. നിഫെ അതങ്ങ് ഓർത്താൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം പോയോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിഫെ എന്ന് ആലോചിച്ച് വെക്കുക. ഇനി സിലിക്കണും അലൂമിനിയവും കാണപ്പെടുന്നത് സിയാൽ എന്ന് പറയുന്ന പാളി ഏതാ? ഇത് സിയാലാണ്. സിയാൽ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പുറമേയുള്ള ഭൂവൽക്കം, നമ്മൾ താമസിക്കുന്ന തറ ഉൾപ്പെടുന്ന ഭൂവൽക്കം, വൻകര ഭൂവൽക്കം. പിന്നെ ഒരാളെ നമ്മൾ സീമ എന്ന് വിളിക്കും. സീമ എന്ന് വിളിച്ചാൽ ആരാ? ഇത് സമുദ്ര ഭൂവൽക്കം. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പിന്നെ താഴ്ത്തോട്ടുള്ള ഭൂവൽക്ക ഭാഗം അറിയപ്പെടുന്നതാണ് ഇങ്ങനെ. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം, ഇതൊരു മികച്ച ചോദ്യമാണ്. സമുദ്രജല പ്രവാഹങ്ങളിൽ നിന്ന് വന്നതാണ്. നമുക്ക് ഓടിച്ചു നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, ഇത് ശരിക്കും അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോവാം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക്കിലെ പ്രവാഹമാണോ? അതെ, ലാബ്രഡോർ അറ്റ്ലാന്റിക്കിലെ പ്രവാഹമാണ്. ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതിനകത്ത് ഇങ്ങോട്ട് പോരുന്ന പ്രവാഹമാണ് ലാബ്രഡോർ. യെസ്, ശരിയാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു ശീതജല പ്രവാഹമാണ്.
ശീതജല പ്രവാഹമാണോ? അതും അതെ, ഇതൊരു ശീതജല പ്രവാഹമാണ്. യെസ്, ഈ ധ്രുവത്തിന്റെ ഭാഗത്ത് മഞ്ഞ് കഷ്ണങ്ങളും അല്ലെങ്കിൽ തണുത്ത വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുന്ന ഒരു ശീതജല പ്രവാഹം തന്നെയാണ് ലാബ്രഡോർ. ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഒന്ന് ശരിയാ, ശരി ഒന്ന് കറക്റ്റാ. ഈ സ്റ്റേറ്റ്മെന്റ് ഇനി ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഉത്തരമാവില്ലെന്ന് അതിന്റെ അർത്ഥം. എന്നൂടെ പറയാം. ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നു, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു, ഉൾപ്പെടുന്ന ഓപ്ഷൻസ് ഒന്നും നമ്മുടെ ഉത്തരമായി വരില്ല സുഹൃത്തുക്കളെ. എങ്കിൽ നോക്കൂ, ഇതിലൊന്നുണ്ട് ഇത് വരുവോ? വരില്ല. ഇതിലൊന്നുണ്ട് ഇത് വരുവോ? വരില്ല. ഇതിലൊന്നുണ്ട് ഇത് വരുവോ? വരില്ല. ഒന്നും നോക്കേണ്ട, ആൻസർ 2, 3 ആണ്. സമയം ലാഭിക്കാൻ പറ്റും ലോജിക്ക് വർക്ക്ഔട്ട് ചെയ്താൽ. ഇനി അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. തെറ്റാ, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, പക്ഷെ ശീതമല്ല. അഗുൽഹാസ് ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക്കിലല്ല സുഹൃത്തുക്കളെ, ഗൾഫ് സ്ട്രീം ഉള്ളത് അറ്റ്ലാന്റിക്കിലാണ്. ഇത് വൃത്തിക്കൊന്ന് പഠിച്ചാൽ നല്ലതാണ്. ഗൾഫ് സ്ട്രീം ദേ അറ്റ്ലാന്റിക്കിലാണ്. അടുത്ത അഗുൽഹാസ് ശീതമെന്ന തന്നെ അല്ല, റെഡ് കളർ കണ്ടോ, ഇത് ഉഷ്ണജല പ്രവാഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. ഇനി ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. കറക്റ്റ് ആണ്. ഒയാഷിയോ ദേ പസഫിക്കിലെയാണ്, ശീതജല പ്രവാഹമാണ്. നീല കളറിലാണ് തന്നേക്കുന്നത്. ദാറ്റ്സ് ട്രൂ. ഇനി ക്ലിയർ ആണ്. ഓരോന്നും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. ഈ ഇപ്പോഴത്തെ പാറ്റേൺ ഒക്കെ അനുസരിച്ച് സമുദ്രജല പ്രവാഹങ്ങൾ അല്പം പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. LDC ലെവലിൽ 10th ചോദിക്കാറുണ്ട്, +2 ലെവലിന് ചോദിക്കുന്നു, ഡിഗ്രി ലെവലിന് ചോദിക്കുന്നു. പഠിച്ചാൽ നല്ലതാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യാൻ, ഇതാരാണ്, ഇത് ഗൾഫ് സ്ട്രീം ആണ്, ഇത് ബ്രസീൽ കറന്റ് ആണ്, ഇത് അഗുൽഹാസ് ആണ്, ഇത് ബെൻഗ്വേലയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഒരു ബ്ലാങ്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഭാഗം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടായാലും അതേതാ ഇതേതാ എന്നൊക്കെ നോക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിച്ച് ഇസ് ഗുഡ്. ഒറ്റ ചോദ്യം കൂടെ, കേരള ജോഗ്രഫി ഒറ്റ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ആ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? സംശയം ഒന്നും വേണ്ട, ഇടുക്കി. ഇത് ഏറ്റവും ലാർജസ്റ്റ് ആണ് ഇടുക്കി. എങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ്, രണ്ടാമത് ഏറ്റവും വലുത് ഏതാണ്? രണ്ടാമത് ഏറ്റവും വലുത് ശബരിഗിരിയാണ്. രണ്ടാമത് ഏറ്റവും വലുത് ശബരിഗിരി. ഇനി ആദ്യമായി വന്നത്, ഫസ്റ്റ് കെയിം എഴുതാണ്, ആദ്യമായി വന്നത് അത് പള്ളിവാസലാണ്. ഓർക്കുക, ആദ്യമായി വന്ന ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. രണ്ടാമതായി വന്നത് സെക്കൻഡ് കമ്മീഷൻഡ് ഞാൻ എഴുതാണ്, സെക്കൻഡ് കെയിം അല്ലെങ്കിൽ സെക്കൻഡ് കമ്മീഷൻഡ്, എന്തായാലും ആവട്ടെ. സെക്കൻഡ് ആരാണ്? രണ്ടാമത് വന്നത് ആരാണ്? അതിന്റെ ഉത്തരമാണ് സുഹൃത്തുക്കളെ ചെങ്കുളം രണ്ടാമത് വന്നത്. വലിപ്പത്തിൽ ഉൽപാദന ശേഷിയിൽ രണ്ടാമതുള്ളത് ശബരിഗിരി, രണ്ടാമത് വന്നത് ചെങ്കുളം. മാറിപ്പോവരുത്, തെറ്റിക്കരുത്. അപ്പൊ വന്ന ചോദ്യങ്ങളൊക്കെ കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളാണ്. പഠിക്കുന്നവർക്കൊക്കെ നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സുഹൃത്തുക്കളെ അത്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോവാ, കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാം എഴുതൂ. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നെഗറ്റീവ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് എലിമിനേഷൻ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് 50-50 ചാൻസ് എങ്കിലും ഉള്ളത് കറക്കാൻ, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, കറക്കി കുത്താനായിട്ട് ശ്രമിക്കുക. 50-50 പോലും ഇല്ലാത്തൊന്നും കറക്കി കുത്താനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാം എഴുതൂ. എല്ലാം നല്ലതായി വരട്ടെ, നല്ലതുപോലെ തന്നെ വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.